ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ലോ പ്രശ്നം. തൊണ്ടി മുതൽ എവിടെ? ഈ സ്വർണം എവിടെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണെന്ന് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരികയാണ്. ഇത് അന്തർദേശീയ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള എൻ്റെ സംശയം ഇപ്പോഴും ബലപ്പെടുകയാണ്. ഇത് ആൻറ്റിക്സായി വൻതോതിൽ പണം വാങ്ങിയത് വിദേശത്തേക്ക് കടത്തിയെന്നുള്ള ആരോപണം സത്യമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അയൽവാസി പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇവിടെ നിത്യസന്ദർശകനായിരുന്നു, എപ്പോഴും ഇവിടെ വരുമായിരുന്നു, പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല? അദ്ദേഹത്തെ എന്ത് നടപടികൾ സ്വീകരിക്കുന്നില്ല? അപ്പോൾ SITയുടെ മുകളിൽ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. SITയുടെ മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാതെ തങ്ങളുടെ ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം എത്ര CPM നേതാക്കന്മാരാണ് ജയിലിലുള്ളത്? എത്ര പേരാണ് ജയിലിൽ കിടക്കുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് ഗവൺമെൻറ് ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യമെല്ലാം പുറത്തു വരും. ഇക്കാര്യത്തിൽ EDയുടെ ഒരു ഇടപെടൽ കൂടി വരുന്നു, അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ആരന്വേഷിച്ചാലും ഞങ്ങൾക്ക് സത്യം പറയണമെന്നേ ഉള്ളൂ. ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. SIT അന്വേഷിക്കുന്നത് ഞങ്ങൾ എതിർത്തില്ലല്ലോ. ED അന്വേഷിക്കട്ടെ, പക്ഷെ നിഷ്പക്ഷമായിരിക്കണം. ED ഇടപെട്ട അവസാനം ഇത് കുളവാക്കുന്നതിനാണ്. കഴിഞ്ഞ കാലത്ത് ED അന്വേഷിച്ചതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇവിടെ സ്വർണ്ണ കള്ളക്കടത്ത് ആവിയായിപ്പോയി. മറ്റ് പല കേസുകളും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായിട്ടുള്ള പല കേസുകളും ആവിയായിപ്പോയി. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ED വന്നത് എന്നുള്ള സംശയം സ്വാഭാവികമായും ആളുകളുടെ മനസ്സിലുണ്ട്. കാരണം മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഏതായാലും യഥാർത്ഥ പ്രതികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നേ മതിയാവും. മറ്റൊന്നേ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ ക്യാമ്പയിനാണ് CPM നടത്തുന്നത്. CPMന്റെ ഒരു മന്ത്രി V. അബ്ദുറഹ്മാൻ, ഒരു MLA ദലീമ ജോജു, ഇവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി പങ്കെടുക്കുകയാണ്. ഇത് ഇവരുടെ ഈ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ടോ? അവർക്ക് ഒരു നിലപാടുമില്ല. ഇവർ രണ്ടോട്ടിന് വേണ്ടി ആരോടും കൂട്ടുകൂടുക എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത്രയും നാൾ ജമാഅത്തെ ഇസ്ലാമി എതിരായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാവായ ആരിഫ് അലിയുമായിട്ട് ഇന്ന് മന്ത്രി അബ്ദുറഹ്മാൻ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ്. മാത്രമല്ല ഒരു MLA അവരുടെ യോഗത്തിൽ പങ്കെടുത്തു, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായി? അപ്പം ഇന്ന് വരെ CPM പറഞ്ഞതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളതിന് തെളിവല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരുമായി ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കക്ഷി CPM ആണ്. 4 പതിറ്റാണ്ട് കാലത്തെ ബന്ധം അവരുമായിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. എപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നല്ല ബന്ധമാണ് അവർക്കുള്ളതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവല്ലേ സംസ്ഥാനത്തെ ഒരു മന്ത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാക്കന്മാരുമായി വേദി പങ്കെടുന്നു, ഒരു MLA വേദി പങ്കെടുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ CPM ഇത് കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് വിത്തിട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ജനങ്ങളെ വർഗീയമായി ചേർതിരിവുണ്ടാക്കുക. സജി ചെറിയാൻ്റെ പ്രസ്താവന ഇന്ന് വരെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞില്ലല്ലോ. സജി ചെറിയാൻ്റെ പ്രസ്താവനയുടെ പിന്നിൽ ആരാണ്? മുഖ്യമന്ത്രിയല്ലേ. സജി ചെറിയാനെ പോലെയുള്ള ഒരു സംസ്ഥാന മന്ത്രി പച്ചയായ വർഗീയത പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ശാസിച്ചില്ലല്ലോ. AK ബാലൻ പറഞ്ഞു UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി. അദ്ദേഹം തള്ളി പറഞ്ഞില്ലല്ലോ. അപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി വർഗീയമായി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നു, വിഭജിക്കാൻ ശ്രമിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ വർഗീയത ആളിക്കത്തിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ CPM മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അദ്ദേഹം വളരെ വിശദമായി ആദ്യം ഈ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞതിനെ പറ്റി മറുപടി പറയട്ടെ. ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. എന്നിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പറ്റി പറയുന്നത്. എന്തുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്ററോ മുഖ്യമന്ത്രിയോ സജി ചെറിയാൻ പറഞ്ഞതിനെ പറ്റി മിണ്ടുന്നില്ല? ഒരക്ഷരം പറയാൻ തയ്യാറാകുന്നില്ലല്ലോ. എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല?
AK ബാലനെ എന്തുകൊണ്ട് തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല? അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇവർക്കുള്ളത്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. രമേശ്, ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു സർവേ ഫലം, അതിൽ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം, അതൊക്കെ ചുമ്മാ വെറുതെ. അങ്ങയുടെ പേരില്ല. വേണ്ട, എൻ്റെ പേരില്ലാതെ വളരെ നന്നായി. അങ്ങയുടെ പേര് എൻ്റെ പേര് ദേശീയ മാധ്യമങ്ങൾ എൻ്റെ പേരില്ലാതെ വളരെ നന്നായി. കാരണം ഇതെല്ലാം ആളുകൾക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ട് ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ഇതൊന്നും ഒരു കാര്യമുണ്ട്. പാർട്ടിക്ക് പാർട്ടിയുടേതായ സിസ്റ്റം ഉണ്ട്. അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ സർവേ ചെയ്യുന്നത്. ഇത് ഓരോ താല്പര്യം അനുസരിച്ച് ഓരോരുത്തർക്കുന്ന. അത് നമ്മുടെ പേരില്ലാതെ സീറ്റ് വിഭജനം ഘടകകക്ഷികളുമായിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ലീഗുമായിട്ടുള്ള ചർച്ച ഇന്നലെ നടന്നു. അതായത് ലീഗിന് കുറച്ചുകൂടെ സീറ്റ് കൊടുക്കാം. ലീഗ് അവർ കൂടുതൽ ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്കുള്ള സീറ്റല്ലാതെ വേറെ ഒന്നും അവർ ആവശ്യപ്പെട്ടില്ല. ഇതൊക്കെ നിങ്ങൾ നടത്തുന്ന പ്രചരണങ്ങളാണ്. UDF-നകത്ത് ഒരു തർക്കവുമില്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും. ഒരു സംശയവും അതൊന്നും ചർച്ചകളിലൂടെ തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെയല്ല, ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UDF-നകത്ത് ഒരു തർക്കവുമില്ലാതെ എത്രയും പെട്ടെന്ന് UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും. അവരോട് ചർച്ച ആയില്ലല്ലോ. അല്ല, അതെല്ലാം കഴിഞ്ഞല്ലോ. ഇപ്പം അങ്ങനെയുള്ള തർക്കങ്ങളില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ NSS-നും SNDP-ക്കും കേരളീയ സമൂഹത്തിൽ അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ഞങ്ങളാരും അവരെ വിമർശിക്കാനോ അവരെ ആക്ഷേപിക്കാനോ ഞങ്ങളാരും ഇല്ല. അങ്ങനെ ആരും അധിക്ഷേപിക്കുന്നില്ല. ആരും ആക്ഷേപിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.